ദൈവസ്നേഹം ഒരിക്കലും മാറുന്നില്ല. ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ വിവരിക്കുവാൻ കഴിയൂ. ദാവീദ് അതനുഭവിച്ച ഒരു വ്യക്തിയാണ്. എത്ര വലിയ പ്രശ്നത്തിലും ദാവീദിനെ ഉറച്ചു നിൽക്കുമാറാക്കിയത് ഈ സ്നേഹമാകുന്നു. ആ സ്നേഹം ഇന്ന് നമുക്കും അനുഭവിക്കുവാൻ കഴിയുന്നതാണ് സുഹൃത്തെ. ഇസ്രായേൽ ജനം കടന്നു പോകുന്ന പീഡനത്തെക്കുറിച്ച്, അന്ന് അധർമ്മമൂർത്തിയായവൻ വന്ന് ദൈവത്തിൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച്, ഈ വക കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്ന സങ്കീർത്തനങ്ങളാണ് 52 മുതലുള്ള സങ്കീർത്തനങ്ങൾ എന്ന് നാം കാണുകയുണ്ടായി. അതിൽ 52ഉം 53ഉം നാം പഠിച്ചു കഴിഞ്ഞു. 55 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇന്ന് 54 മുതലുള്ള സങ്കീർത്തനങ്ങളാണ് നാം പഠിക്കുവാൻ പോകുന്നത്. എതിർക്രിസ്തുവിൻ്റെ സമയത്ത് വിശ്വാസത്തിൻ്റെ ഒരു നിലവിളി എന്നതാണ് ഈ 54-ാം സങ്കീർത്തനത്തിലെ വിഷയം. മഹാപീഡന കാലത്തെ കഷ്ടതകളുടെ മധ്യത്തിൽ ഈ മനോഹരമായ സങ്കീർത്തനവും ഇവിടെ ചേർത്തിരിക്കുന്നതിനാൽ ദൈവജനത്തിലെ ശേഷിപ്പിൻ്റെയും ഒരു വലിയ കൂട്ടം ജാതികളുടെയും വിശ്വാസത്തിൻ്റെ നിലവിളിയും നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു. സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോട് ദാവീദിൻ്റെ ഒരു ധ്യാനം. സീഫർ ചെന്ന് ശൗലിനോട് ദാവീദ് ഞങ്ങളുടെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചമച്ചത് എന്നാണ് ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ നാം വായിക്കുന്നത്. ഈ മുഖവുരയിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ കാണുവാൻ കഴിയും. തന്ത്രിനാദം എന്ന് പറയുന്നത് കമ്പികളുള്ള ഒരു സംഗീത ഉപകരണമാണ്. ഇത് വേറൊരു ഉപദേശ സങ്കീർത്തനവുമാകുന്നു. ദാവീദാണ് ഇതിൻ്റെ രചയിതാവ്. സീഫർ ദാവീദിനെ പൂർണ്ണമായും ഒറ്റിക്കൊടുത്തു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 23-ാം അധ്യായത്തിൽ ഇതിൻ്റെ പശ്ചാത്തല ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചു നോക്കുമല്ലോ. താൻ എവിടെയാകുന്നു ഒളിച്ചിരിക്കുന്നത് എന്ന വിവരം ഈ ആളുകൾ ശൗലിനോട് അറിയിച്ചു എന്ന് ദാവീദ് മനസ്സിലാക്കിയപ്പോൾ ദാവീദ് ഇപ്രകാരം നിലവിളിച്ചു. 54-ാം സങ്കീർത്തനത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. ദാവീദ് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. മഹാപീഡന കാലത്ത് സഹോദരനെ തള്ളിപ്പറയും എന്ന് നാം മനസ്സിലാക്കുന്നു. അതൊരു വലിയ വഞ്ചനയുടെ, ഒറ്റിക്കൊടുക്കലിൻ്റെ അവസരമായിരിക്കും. ദാവീദിനെ ഒറ്റിക്കൊടുത്തത് ദൈവമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു. അതുപോലെ തന്നെ മഹാപീഡന കാലത്ത് ദൈവമില്ലാത്ത എതിർക്രിസ്തു അധികാരത്തിലായിരിക്കും. അവൻ്റെ കീഴിൽ അന്ന് യഹൂദന്മാരുടെ ശേഷിപ്പിന് വലിയ കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരും. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുമില്ല. ദാവീദ് അതിദുഃഖിതനായിരുന്നു. ഭാവിയിൽ വരുവാനിരിക്കുന്ന പീഡനകാലത്ത് ഇസ്രായേലിലെ ശേഷിപ്പിൻ്റെ അവസ്ഥയും അതുതന്നെയായിരിക്കും. ദൈവത്തിൻ്റെ സഹായത്തിലുള്ള പൂർണ്ണമായ ആശ്രയം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചെറിയ സങ്കീർത്തനം അവസാനിക്കുന്നത് എന്ന് നാം കാണുന്നു. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇതാ, ദൈവം എൻ്റെ സഹായകനാകുന്നു. കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. നിൻ്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ച് കളയണമേ. സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, നിൻ്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. വഞ്ചകരായ സീഫരുടെ കയ്യിൽ നിന്ന് ദൈവം ദാവീദിനെ വിടുവിച്ചു എന്ന് ചരിത്രരേഖയിൽ നിന്ന് നാം അറിയുന്നുണ്ട്. ദൈവം തങ്ങളെയും വിടുവിക്കും എന്ന് വലിയ ഉറപ്പോടുകൂടി വിശ്വസ്ത ശേഷിപ്പിനും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ കഴിയും. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാകുന്നു. അവൻ വാക്കുമാറുന്ന ദൈവമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, ദൈവം നമ്മുടെ സഹായകനാകുന്നു. അവൻ നമ്മുടെ പ്രാണനെ താങ്ങുന്നു. അവൻ കഷ്ടങ്ങളിൽ നമ്മെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവനിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കും. 55-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴിലെ അന്ധകാരപൂർണമായ ദിനങ്ങൾ എന്നതാണ് ഇതിലെ വിഷയം. അന്തിക്രിസ്തുവിനെ അഥവാ എതിർക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന 4 പ്രവചന സങ്കീർത്തനങ്ങളിൽ അവസാനത്തെ സങ്കീർത്തനമാണിത്. ഇത് മറ്റൊരു ധ്യാന സങ്കീർത്തനമത്രേ. പീഡനകാലത്ത് ഏറ്റവും ഇരുണ്ട നാളുകളെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നത്ര എൻ്റെ വിശ്വാസം. ഇവിടെ അന്തിക്രിസ്തുവിനെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു.
സംഗീത പ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ ദാവീദിൻ്റെ ഒരു ധ്യാനം എന്നതാണ് ഇതിൻ്റെ തലക്കെട്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ ശരിയായ ചരിത്ര പശ്ചാത്തലം എന്താകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് ഊഹിക്കുവാൻ കഴിയും, ദാവീദിൻ്റെ മകനായ അബ്ശാലോം അവനെതിരായി മത്സരിച്ച് ദാവീദ് യെരുശലേം വിട്ട് പോകുമ്പോൾ അവൻ പാടിയ പാട്ടാകാം. അനേകം ആളുകൾ തൻ്റെ മകൻ്റെ പക്ഷം ചേർന്നതായി ദാവീദ് മനസ്സിലാക്കി. കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് ദാവീദിന് അറിയാമായിരുന്നു. തൻ്റെ ഏറ്റവും ഇഷ്ടനഗരമായ യെരുശലേം നശിപ്പിക്കപ്പെടരുത് എന്ന ചിന്തയോടുകൂടിയാണ് ദാവീദ് യെരുശലേം വിട്ടുപോയത്. ദാവീദ് ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു. കരഞ്ഞും കൊണ്ട് ദാവീദ് നഗരം വിട്ടുപോയപ്പോൾ തൻ്റെ മന്ത്രിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന അഹീതോഫേൽ അബ്ശാലോമിൻ്റെ പക്ഷത്ത് ചേർന്നതായി ദാവീദിന് വിവരം ലഭിച്ചു. അവൻ ദാവീദിനെ വഞ്ചിച്ചു. 2 ശമൂവേൽ 15-ാം അധ്യായത്തിന് 30-31 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ദാവീദ് തലമുടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവ അഹീതോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ദൈവം ചെയ്തത് അതുതന്നെയാണ്. ദൈവം അഹീതോഫേലിൻ്റെ ആലോചന വ്യർത്ഥമാക്കി. ഈ സങ്കീർത്തനത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഈ കാര്യം ഓർമ്മയിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ്. 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളയണമേ. ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. ദാവീദ് ദൈവത്തോട് പറയുന്നത്, ദൈവമേ, ഞാൻ വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഞാനൊരു സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നിലവിളിക്കുന്നത്. 3 മുതൽ, അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. 5-ാം വാക്യം, ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. തൻ്റെ ഏറ്റവും അടുത്ത മിത്രങ്ങൾ പോലും കൈവിട്ടതിനാൽ ഏതവസരവും താൻ ശത്രുക്കളുടെ കൈയാൽ കൊല്ലപ്പെടും എന്ന ഭയം ദാവീദിനുണ്ടായിരുന്നു. 6 മുതലുള്ള വാക്യങ്ങൾ, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതേ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. ആദ്യം ദാവീദിന് ലഭിച്ച ഉപദേശം പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകുവാനായിരുന്നു. എന്നാൽ അപ്പോൾ ദാവീദ് അത് ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട തോന്നലാണ് ദാവീദിനെ ഭരിക്കുന്നത്. തൻ്റെ വിശ്വസ്ത ഉപദേശകനായിരുന്ന അഹീതോഫേൽ പോലും തന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. കർത്താവ് തന്നെ ഉറ്റിക്കൊടുത്ത ഇസ്കരിയോത്ത യൂദായുടെ കാര്യമാണ് ഇത്തരുണത്തിൽ ഓർക്കുന്നത്. അതുപോലെ തന്നെ അന്തിക്രിസ്തുവിനാൽ ഇസ്രായേൽ ജാതി വഞ്ചിക്കപ്പെടുന്ന ആ സമയത്തിൻ്റെ നിഴലും ഇവിടെ നമുക്ക് കാണാം. ഉറ്റ സ്നേഹിതർ നിങ്ങളെ തള്ളിക്കളയുകയും വഞ്ചിക്കുകയും ചെയ്ത അനുഭവം ഒരുപക്ഷെ സുഹൃത്ത് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? നാം വിശ്വാസം അർപ്പിച്ചവർ പോലും നമ്മെ വഞ്ചിക്കുകയോ ഒറ്റിക്കൊടുക്കുകയോ ചെയ്താൽ അത് വളരെ വേദന ഉളവാക്കുന്ന കാര്യമത്രേ. ദാവീദിൻ്റെ അനുഭവം അതുതന്നെയായിരുന്നു. പ്രയാസങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും ഓടി ഒളിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് നാം ഇവിടെ കാണുന്നത്. ശരിയായി പറഞ്ഞാൽ പറന്നകലുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ശത്രുതയും എതിർപ്പും കുഴപ്പങ്ങളും എല്ലാം പട്ടണത്തിൽ നടക്കുന്നു. ദാവീദ് തൻ്റെ മാളികയുടെ മുകളിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്തുകൊണ്ട് അവൻ പറന്നകലുവാൻ ആഗ്രഹിക്കുന്നു? ദാവീദ് ഭീരുവായിരുന്നില്ല. അവൻ ഒരു നല്ല പടയാളിയും ശ്രേഷ്ഠനായ രാജാവുമായിരുന്നു. എന്നാൽ ഇന്ന് അവൻ യുവാവല്ല. തനിക്ക് എതിർപ്പിനെ നേരിടുവാനുള്ള ശക്തി ഇന്ന് ഇല്ല. മാത്രമല്ല, തൻ്റെ പുത്രനായ അബ്ശാലോമാണ് എതിരാളികളുടെ നേതാവ്. താൻ ജയിച്ചാലും തോറ്റാലും വാസ്തവത്തിൽ തോൽവി ദാവീദിന് തന്നെ ആയിരിക്കും. എന്തൊരു ഊരാക്കുരുക്കില്ലേ! അതുകൊണ്ടുകൂടിയാണ് താൻ എതിർക്കാതെ ഇവിടെ നിന്നും ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി ദാവീദിൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നിരിക്കാം. അത് അവൻ്റെ പാപത്തെക്കുറിച്ചുള്ള വ്രണപ്പെടുത്തുന്ന ഓർമ്മയായിരുന്നു. വാൾ അവൻ്റെ ഗ്രഹത്തിൽ നിന്ന് നീങ്ങിപ്പോകയില്ലെന്ന് പ്രവാചകൻ പറഞ്ഞ കാര്യം ദാവീദിൻ്റെ ഓർമ്മയിൽ വന്നിരിക്കാം. നന്ദികെട്ട സ്നേഹിതരുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള താല്പര്യമായിരിക്കണം ദാവീദ് പ്രകടിപ്പിച്ചത്. തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ അഹീതോഫേൽ
അവിശ്വസ്തനായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദാവീദ് മരുഭൂമിയിൽ പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്? അതായിരുന്നു അവന് കഴിഞ്ഞ കാലത്ത് അഭയം നൽകിയ സ്ഥലം. ഈ ആഗ്രഹം വൃഥാവായിരുന്നു എന്ന് അധികം താമസിക്കുന്നതിന് മുൻപ് ദാവീദ് മനസ്സിലാക്കി. യഥാർത്ഥ വിശ്രമം പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിൽ കൂടിയല്ല ലഭ്യമാകുന്നത്. ഇത് ദാവീദ് മനസ്സിലാക്കിക്കൊണ്ടാണ് 22-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദാവീദ് തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവത്തിൽ കണ്ടെത്തി. ഭൗതികമായ മറ്റൊരു സാഹചര്യവുമല്ല, പിന്നെയോ ആത്മീയമായ ഒരു പുതിയ അനുഭവമായിരുന്നു ആവശ്യമായിരുന്നത്. ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുവാൻ അനേകർ താല്പര്യപ്പെടുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ ചെന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ചിലർ നിരാശയിൽ മുൻപോട്ട് പോകുവാൻ മനസ്സില്ലാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. അല്പം സുബോധത്തോടെ ചിന്തിക്കൂ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ പ്രശ്നം എന്തായിരുന്നാൽ തന്നെയും ആത്മഹത്യ ഒരിക്കലും പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല. താങ്കൾ ദൈവത്തിൽ താങ്കളുടെ പ്രശ്നങ്ങളും ഭാരങ്ങളും സമർപ്പിക്കാം. അവൻ്റെ പക്കൽ താങ്കളുടെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്. യേശു പറയുന്നത് ഇതാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പത്രോസ് പറഞ്ഞത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. അതെ, പ്രശ്നങ്ങളിൽ നിന്ന് ഭയന്ന് ഒളിച്ചോടുകയല്ല, ദൈവത്തോടുകൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. 12-13 വാക്യങ്ങൾ: എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണ സ്നേഹിതനുമായിരുന്നു. ദാവീദ് ഇവിടെ തൻ്റെ പ്രിയ സ്നേഹിതനും ആലോചനക്കാരനുമായിരുന്ന അഹീതോഫേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് അന്തിക്രിസ്തുവിൻ്റെ ഒരു ചിത്രം കൂടിയാകുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. അവൻ ഇസ്രായേൽ ജനത്തിൻ്റെ സ്നേഹിതനാണെന്ന് നടിക്കും, അവരുമായി ഉടമ്പടി ഉണ്ടാക്കും, അവസാനം അവരെ വഞ്ചിച്ചൊറ്റിക്കൊടുക്കും. 14-ാം വാക്യം: നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു, പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. അതെ, നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങളോട് ഒപ്പവും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാണ് ഈ പറഞ്ഞവർ. എന്നാൽ നിങ്ങൾ പുറം തിരിയുമ്പോൾ അവർ നിങ്ങളുടെ കുതികാലിന് വെട്ടുന്നവരാണ്. ഈ വിധത്തിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്നോർക്കണം. എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവനെ അനുഗമിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കും. തുടർന്ന് ദാവീദ് പ്രതികാരത്തിന് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്. പ്രതികാരത്തിന് വേണ്ടിയിട്ട് അവൻ അപേക്ഷിക്കുന്നത് 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലും ഉണ്ട്. അഹീതോഫേലിനെ സംബന്ധിച്ച് ദാവീദ് ഇപ്രകാരമാണ് പ്രതികരിച്ചത്: പെട്ടെന്ന് അവൻ പാതാളത്തിൽ പോകുവാൻ ഇടയാകട്ടെ എന്ന്. എന്നാൽ അതിന് വിപരീതമായി നമ്മുടെ കർത്താവ് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. നാമും അപ്രകാരം ചെയ്യേണ്ടതാകുന്നു എന്ന് കർത്താവ് നമ്മെ ഉപദേശിക്കുകയും ചെയ്തു. 16-17 വാക്യങ്ങൾ: ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദാവീദിൻ്റെ കഷ്ടതയുടെ എത്ര നല്ല ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ശത്രു ഒരു നല്ല കാര്യം താങ്കൾക്ക് വേണ്ടി ചെയ്യും. അത് താങ്കൾ മുമ്പ് പ്രാർത്ഥിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുകയായിരിക്കും ചെയ്യുന്നത്. അത് നല്ല കാര്യമാണില്ലേ? എതിർ ക്രിസ്തുവിൻ്റെ ചിത്രം ശ്രദ്ധിക്കുക. അവൻ കള്ളനാണ്. പിശാച് ആദ്യം മുതൽ കള്ളനായിരുന്നു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം ഓർക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം. ഞാൻ ഇനിയും 21-ാം വാക്യം വായിക്കാൻ പോവുകയാണ്. അവൻ്റെ വായു വെണ്ണ പോലെ മൃദുവായത്, ഹൃദയത്തിലോ യുദ്ധമത്രേ. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകൾ ആയിരുന്നു. സ്നേഹിതനെന്ന് നടിച്ചിരുന്ന അഹീതോഫേൽ വാസ്തവത്തിൽ ദാവീദിനെതിരായി ഗൂഢാലോചന ചെയ്യുകയായിരുന്നു. അവൻ അന്തിക്രിസ്തുവിനെയാണ് ചിത്രീകരിക്കുന്നത്. 22-ാം വാക്യത്തിൽ: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല.
അതേ സുഹൃത്തെ, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. റോമാലേഖനം 12:19 അറിയാമല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളെ വഞ്ചിക്കുന്നവരെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളെക്കാൾ നല്ലവണ്ണം നിങ്ങളുടെ ശത്രുക്കളെ കൈകാര്യം ചെയ്യുവാൻ കർത്താവിന് കഴിയും. എന്താണ് ചെയ്യേണ്ടത് എന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ സകല കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചുകൊള്ളും. മഹാപീഡന കാലത്ത് ഇസ്രായേൽ ജനം അവസാനം കർത്താവിലേക്ക് തിരിയും. കാരണം അവർക്ക് സഹായത്തിനായി മറ്റൊരിടത്തും പോകുവാൻ ഇല്ല എന്നുള്ളതാണ്. 23 ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ ആയുസിൻ്റെ പകുതിയോളം ജീവിക്കയില്ല. ഞാനോ നിന്നിൽ ആശ്രയിക്കും. അത് നല്ല ഉപസംഹാരമാകുന്നില്ലേ? ഞാനും നിങ്ങളും ഇന്ന് ഈ ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? ജനങ്ങളെയും അവരുടെ പ്രവൃത്തികളെയും വിമർശിക്കുകയും അവരെ വെറുക്കുകയും ചെയ്യുവാനാണോ നാം ആഗ്രഹിക്കുന്നത്? നാം വഞ്ചിക്കപ്പെടുമ്പോൾ നാം നിലവിളിക്കുവാനാണോ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ദൈവത്തിൽ ആശ്രയം വെക്കാം. പ്രശ്നങ്ങൾക്ക് പരിഹാരം അതുമാത്രമാണ്. 56 സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വരാം. ദാവീദിൻ്റെ ഭയവും ആശ്രയവും എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ വിഷയം. 56 മുതൽ 60 വരെയുള്ള സങ്കീർത്തനങ്ങൾ വേറൊരു കൂട്ടത്തിൽ പെടുന്ന സങ്കീർത്തനങ്ങളാണ്. നിലനിൽക്കുന്നതിനെയും ഉറപ്പായതിനെയും സ്ഥിരതയെയും കുറിച്ച് പറയുന്ന സങ്കീർത്തനങ്ങൾ ആണിവ. 57 സങ്കീർത്തനം 7 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ ദാവീദ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു എന്നത്രേ. 55 സങ്കീർത്തനത്തിൽ പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ താൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ദാവീദ് ആഗ്രഹം പ്രകടിപ്പിച്ചതായി നാം കണ്ടുവല്ലോ. എന്നാൽ 56 സങ്കീർത്തനത്തിൽ അവൻ്റെ ആഗ്രഹം നിറവേറുന്നു. ശത്രുപുറത്തായി. എന്നിരുന്നാലും ദാവീദ് വലിയ അപകടസ്ഥാനത്തായിരുന്നു. ദുഷ്ടന്മാരാണ് എല്ലായിടത്തും ഉള്ളത്. എന്നാൽ അവയിൽ നിന്നെല്ലാം ദൈവം ദാവീദിനെ വിടുവിച്ചു. ഫെലിസ്ത്യർ ദാവീദിനെ ഗത്തിൽ വെച്ച് പിടിച്ചതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം. മഹാപീഡന കാലത്തെ ചിത്രീകരിക്കുന്ന അനുഭവമാണ് ദാവീദ് അഭിമുഖീകരിക്കുന്നത്. ഈ സങ്കീർത്തനങ്ങൾക്കെല്ലാം പ്രവചനപരമായ അർത്ഥമുണ്ട്. ഇന്ന് ജീവിക്കുന്ന നമുക്കും ഇതിൽ നിന്നും ദൂത് ഉൾക്കൊള്ളുവാനുണ്ട്. എല്ലാ സങ്കീർത്തനങ്ങൾക്കും നമ്മോട് പറയുവാൻ ഒരു ദൂതുണ്ട് എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഇതിൻ്റെ തലക്കെട്ട് നമുക്ക് ശ്രദ്ധിക്കാം. സംഗീത പ്രമാണിക്ക് ദൂരസ്ഥരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം. ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചത്. 1-2 വാക്യങ്ങളിൽ വായിക്കുന്നത്, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടവിടാതെ പൊരുത് എന്നെ ഞെരുക്കുന്നു. എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. ദാവീദ് ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള അവസരത്തിൽ എന്താണ് അവൻ ചെയ്യുവാൻ പോകുന്നത്? 3 വാക്യം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ദാവീദ് ഭീരുവായിരുന്നുവോ? നിശ്ചയമായും ദാവീദിന് ഭയമുണ്ടായിരുന്നു. വാസ്തവത്തിൽ നമുക്ക് ഭയമുണ്ടാകുമ്പോൾ നാം ദൈവത്തിൽ കൂടുതലായി വിശ്വാസം അർപ്പിക്കുവാൻ ഇടയാകേണ്ടതാണ്. ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. എനിക്ക് യാതൊരു ഭയവും ഇല്ല എന്ന് ചിലർ പറയാറുണ്ടല്ലോ. അവർ വാസ്തവത്തിൽ സാഹചര്യത്തെയും പ്രശ്നങ്ങളെയും യഥാർത്ഥമായി മനസ്സിലാക്കി പ്രതികരിക്കുവാൻ കഴിവില്ലാത്തവരാണ്. അല്ലെങ്കിൽ അവർക്ക് മൂഢമായ വിശ്വാസമായിരിക്കുമുള്ളത്. തനിക്ക് ഭയം ഉണ്ടെന്ന വസ്തുത ദാവീദ് അംഗീകരിച്ചു. എന്നാൽ തന്നെ കരുതുവാൻ ദൈവം മതിയായവനാകുന്നു എന്ന് അവൻ ദൈവത്തിൽ ആശ്രയം വെച്ചു. നിങ്ങൾക്ക് ഭയവും അതേസമയം തന്നെ വിശ്വാസവും ഉള്ള ഒരു വ്യക്തിയായിരിക്കാൻ കഴിയുമോ? തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല എന്നാണ് 1 യോഹന്നാൻ 4:18 നാം വായിക്കുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. സ്നേഹം അത് ചെയ്യുന്നു. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കുകയും അതേസമയം തന്നെ ഭയം ഉള്ള ഒരു വ്യക്തിയായിരിക്കുകയും ചെയ്യാം. 8 വാക്യം നോക്കിക്കാട്ടെ. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അത് നിൻ്റെ പുസ്തകത്തിലില്ലയോ? ദൈവം എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. ഞാനും നിങ്ങളും സഞ്ചരിക്കുന്ന ഓരോ യാത്രയും ദൈവം അറിയുന്നു. ദൈവം സകലവും തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഞാനും നിങ്ങളും അവ മറന്നുപോയി എന്ന് വരാം. എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അതെ, സ്കോഫീൽഡ് ബൈബിളിൻ്റെ
കുറിപ്പിൽ ഇതേക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷിൽ വളരെ പ്രചാരമുള്ള ഒരു ബൈബിളാണിത്. എന്ന് പറഞ്ഞാൽ അത് പഠിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ബൈബിൾ. പൗരസ്ത്യ ദേശത്ത് പണ്ട് കാലത്ത് ചില അവസരങ്ങളിൽ വിലപിക്കുന്നവർ തങ്ങളുടെ കണ്ണുനീർ തുരുത്തികളിൽ ശേഖരിച്ച് അവയെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവകുടീരങ്ങളിൽ വെക്കുന്ന പതിവുണ്ടായിരുന്നു എന്ന്. അവർക്ക് എത്രമാത്രം ദുഃഖമുണ്ട് എന്ന് കാണിക്കുകയായിരുന്നു അതിൻ്റെ ഉദ്ദേശം. ദൈവം നമ്മുടെ കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിച്ചു വെക്കുന്നു. അതുകൊണ്ട് അവൻ അവയെ തുടച്ചു കളയുവാൻ കഴിയും എന്ന് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം കൂടുതൽ കരയുന്നവരായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. നാം കൂടുതൽ നിലവിളിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ പീഡിത ജനങ്ങളുടെ കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിച്ച് അവയെ ദൈവത്തിൻ്റെ നിക്ഷേപങ്ങളായി മുദ്ര വെച്ച് സൂക്ഷിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാതെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്നതിനെക്കുറിച്ചല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്ന മനോഭാവം. 9ഉം 10ഉം വാക്യങ്ങൾ: ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തെ പുകഴും. താൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴുമെന്ന് പറയുന്നു. ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തെ പുകഴും. ദാവീദ് ചെയ്തത് അതാണ്. ദൈവവചനത്തെ പുകഴ്ത്തുന്ന വളരെ ചുരുക്കം ആളുകളെ മാത്രമേ നമുക്ക് ഇന്ന് കാണുവാൻ കഴിയുള്ളൂ. ഇത് വളരെ ദുഃഖകരമാണ്. 11ാം വാക്യത്തിൽ: ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് ദാവീദ് തൻ്റെ ഭയത്തിന് പരിഹാരം കണ്ടെത്തി. 12ഉം 13ഉം വാക്യങ്ങൾ: ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടംപെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. 13ാം വാക്യത്തിൽ: ഞാൻ ദൈവത്തിന് മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. എത്ര അർത്ഥവത്തായിട്ടുള്ള സാക്ഷ്യമല്ലേ! ദാവീദ് തൻ്റെ വലിയ പാപത്തിൽ വീണതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു: ഞാൻ വീണ്ടും വഴുതി വീഴാതിരിക്കേണ്ടതിന് എനിക്ക് ദൈവം മുൻപാകെ നടക്കണം. തിരുവചന രേഖ അനുസരിച്ച് ദാവീദ് പിന്നീട് തെറ്റിലേക്ക് വഴുതിപ്പോയില്ല എന്ന് നമുക്ക് കരുതുവാൻ കഴിയും. ബാബേൽ രാജാവ് അതുപോലെയുള്ള പാപം ആണ്ടിൻ്റെ എല്ലാ ദിവസവും ചെയ്തിരുന്നു. അത് അവന് സാധാരണ സംഗതി മാത്രമായിരുന്നു. എന്നാൽ ദാവീദിൻ്റെ പരിചയം അതല്ലായിരുന്നു. എനിക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ നടക്കണം എന്ന് ദാവീദ് പറഞ്ഞു. ഇന്ന് നാം പരിശുദ്ധാത്മാവിൽ നടക്കുവാൻ അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു എന്ന് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവം നമുക്കൊരു ഊന്നുവടിയല്ല തന്നിട്ടുള്ളത്. അവൻ നമുക്ക് നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്നാണ് അർത്ഥം. ഇത് നമ്മുടെ ദൈനംദിന പ്രായോഗിക ജീവിതത്തിൽ അനുഭവമാക്കേണ്ട കാര്യമാണ്. ശാരീരികമായി നാം നടക്കുവാൻ പഠിച്ചതുപോലെ ആത്മാവിൽ നടക്കുവാൻ പഠിക്കുന്നതും അതിന് ശ്രമിക്കുന്നതിൽ കൂടിയാണ്. പലപ്പോഴും നാം പരാജയപ്പെട്ടു എന്ന് വരാം. എന്നാൽ വീണ്ടും നാം എഴുന്നേറ്റ് പൊടി തട്ടിക്കുടഞ്ഞ് വീണ്ടും ആരംഭിക്കേണ്ടത് ആവശ്യമാണ്. ദിനംതോറും നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുകയും അതിനായി താല്പര്യത്തോട് ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ആത്മാവിൽ നടക്കുവാൻ അഭ്യസിക്കാവുന്നതത്രേ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അപ്രകാരം വിജയോത്സവമായി മുൻപോട്ട് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.